നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായി അല്പസമയം ചെലവിടുവാനുള്ള ക്ഷണവും അവസരവും നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ കാണുവാൻ പോകുന്നത്? നന്നായി ഒരുങ്ങി ആവശ്യമായ തയ്യാറെടുപ്പോടെ അത്യന്തം ആവേശത്തിലായിരിക്കും നിങ്ങൾ അവിടേക്ക് ചെല്ലുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിക്കുമെന്നോ ഏറ്റവും വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്ത് അവിടെ ചെല്ലുമെന്നോ അല്ല. മറിച്ച് നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തിയോടുള്ള നിങ്ങളുടെ ഭയഭക്തി ബഹുമാനങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ആ വ്യക്തി നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കുവാൻ സാധിക്കുന്നതിലും ഉന്നതനാണെങ്കിലോ? ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവിടുത്തെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ എന്ന പാട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവസന്നിധിയിൽ മനുഷ്യൻ തൻ്റെ സ്വന്തം നീതിയോടെയല്ല, ദൈവമൊരുക്കിയ വിശുദ്ധിയോടെയാണ് വരേണ്ടതെന്നാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയായ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു വ്യക്തിക്കും ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ അടുക്കുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ നീതിയും മഹത്വവും മാത്രമാണ് നമ്മുടെ ആത്മീയ നഗ്നതയെ മറച്ച് ദൈവം മുമ്പാകെ നമ്മെ സ്വീകാര്യമാക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വെളിപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം. നമ്മളെല്ലാവരും മായമില്ലാത്ത വസ്തുക്കളാണല്ലോ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇന്ന് അത് വളരെ വിരളമായേ ലഭിക്കുന്നുള്ളൂ എന്നാണ് എല്ലാവരും പരാതിപ്പെടുന്നത്. അത് സത്യവുമാണ്. ഈ ബൈബിളിൽ വിശുദ്ധി എന്ന വാക്കിന് മായം ചേർക്കാത്ത എന്നൊരർത്ഥമുണ്ട്. വേർപെട്ടത്, വേർതിരിക്കപ്പെട്ടത് എന്നീ അർത്ഥങ്ങളും ഉണ്ട്. മലിനമായ സകലത്തിൽ നിന്നും വേർപെട്ട യാതൊരു അശുദ്ധിയും ഏശാത്ത അവസ്ഥയ്ക്കാണ് വിശുദ്ധം എന്ന് പറയുന്നത്. നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം തന്നിൽ തന്നെ പരിശുദ്ധനാകുന്നു. വിശുദ്ധമല്ലാത്ത യാതൊന്നിനും ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുകയില്ല. സമാഗമന കൂടാരത്തിലെ സകലതും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടിരുന്നു. അതുപോലെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരും വിശുദ്ധിയുടെ വേർതിരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കേണ്ടതാണ്. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നതാണ് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത്. സമാഗമന കൂടാരത്തിലെ എല്ലാ നൂലും അതിൻ്റെ നിറവും എല്ലാ ചരടും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും പ്രവർത്തനത്തെയും കാണിക്കുന്നതാകുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും നാം പഠിക്കുന്നത് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവരെക്കുറിച്ചാണ്. ലേവ്യർ സമാഗമന കൂടാരത്തെ നോക്കി നടത്തുമ്പോൾ അഹരോനും അവൻ്റെ പുത്രന്മാരും അതിലെ പുരോഹിതന്മാരായിരിക്കണം. അഹരോൻ മഹാപുരോഹിതനായിരുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിൻ്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിൻ്റെ അടുക്കൽ വരുത്തുക. അഹ്റോനെയും അഹ്റോൻ്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയസാർ, ഈഥാമാർ എന്നിവരെയും തന്നെ നിൻ്റെ സഹോദരനായ അഹ്റോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കേണം. മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ അഹ്റോന് ചില പ്രത്യേക വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണമായിരുന്നു. ഈ വസ്ത്രങ്ങൾ ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ മിക്കതും വായിക്കുവാൻ അത്ര രസം തോന്നുന്നവയല്ല എന്ന് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തോന്നാം.
അവ ഒരു അപസർപ്പക കഥ പോലെയോ പൈങ്കിളി കഥ പോലെയോ എല്ലാവർക്കും താല്പര്യമുളവാക്കുന്നത് ഒന്നുമല്ല. എന്നാൽ അവ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഈ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ചെറിയ കുട്ടികൾ ചിത്രകഥകളിൽ കൂടി പഠിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരർത്ഥത്തിൽ ബൈബിൾ ഒരു ചിത്രകഥാപുസ്തകം തന്നെയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കി ദൈവിക സത്യങ്ങൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സാധാരണ വിശുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഓടിയെത്തുന്ന ചിന്ത പോലെ ഈ വസ്ത്രങ്ങൾ, അഹ്റോൻ്റെയും മറ്റും വസ്ത്രങ്ങൾ വിശുദ്ധമായിരുന്നില്ല. വിശുദ്ധം എന്ന പദത്തിന് എബ്രായ ഭാഷയിലുള്ള വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ട എന്നത്രേ. ഈ വസ്ത്രങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടവയായിരുന്നു. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതെന്തും ബൈബിളിൻ പ്രകാരം വിശുദ്ധമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലൊരു 500 രൂപ നോട്ട് ഉണ്ടെന്നിരിക്കട്ടെ. ആ രൂപ ദൈവവേലയ്ക്കായി കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ച് അതിനായി അത് വേർതിരിച്ചാൽ അത് ദൈവത്തിനായി വേർതിരിച്ചതാണ്. അപ്പോൾ അത് വിശുദ്ധമാണ്. ഒരുപക്ഷെ ആ നോട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ലഭിച്ചതാകാം. ആ കടയിൽ അതൊരു ലൈംഗിക തൊഴിലാളി കൊടുത്തതാകാം. അവർക്കത് അസാൻമാർഗിയും മദ്യപാനുമായ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാകാം. അയാൾക്കതൊരു മോഷ്ടാവിൽ നിന്നും ലഭിച്ചതാകാം. എന്നാൽ നിങ്ങളുടെ കയ്യിൽ എത്തിയ ആ പണം നിങ്ങൾ ദൈവത്തിനായി വേർതിരിക്കുന്ന സമയം അത് വിശുദ്ധമാണ്. ദൈവത്തിനായി വേർതിരിച്ചതെന്തും വിശുദ്ധമാണ്. സമാഗമന കൂടാരത്തിലെ ദൈവിക ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നതിനുള്ള വിശുദ്ധ വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് വസ്ത്രത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയല്ല, അത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പ്രധാനം. ഈ വസ്ത്രങ്ങൾ ദൈവമഹത്വത്തിനായിട്ടുള്ളതാണ്. അവ മനോഹരമാണ്. ദൈവ ശുശ്രൂഷയ്ക്കുള്ളവ ആയതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട്. അതായത് ശ്രദ്ധയും വൃത്തിയും മനോഹാരിതയും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. തോന്നുമ്പം വരിക, തോന്നുമ്പം പോകുക, തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് ഏറ്റവും സുന്ദരമായതെല്ലാം ലോകത്തിനും ജഡത്തിനും പിശാചിനും ഉള്ളതാണെന്ന ചിന്തയോട് എനിക്ക് യോജിക്കാനാവില്ല. എന്തുകൊണ്ട് സുന്ദരമായത് നാം ദൈവത്തിന് നൽകുന്നില്ല? കലയും സൗന്ദര്യവും എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. സംശയമുണ്ടെങ്കിൽ പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ. പല നിറത്തിലും രൂപത്തിലും വലിപ്പത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമായി നിലകൊള്ളുന്നു. മനുഷ്യരും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും പുഴയും കാടും കടലും മലയും ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവവും വിളിച്ചോതുന്നു. പുരോഹിതന്മാർക്കുള്ള ഈ വസ്ത്രങ്ങൾ സുന്ദരവും ദൈവനാമ മഹത്വത്തിനുമായിരിക്കേണ്ടതാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അഹ്റോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. വലിയ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷയ്ക്കായി അഹ്റോനെ വേർതിരിക്കേണ്ടതുണ്ട്. അവൻ്റെ വസ്ത്രങ്ങൾ ഇനിയും പറയുന്ന പ്രകാരമാണ്. 4-ാം വാക്യത്തിൽ, അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിൻ്റെ സഹോദരനായ അഹ്റോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. ഇവിടെ ഇതാ ദൈവ ശുശ്രൂഷയിൽ ഉപയോഗിക്കേണ്ടതായ 6 വസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവ ആദ്യം അഹ്റോനും അതിനുശേഷം അവൻ്റെ സ്ഥാനത്ത് വരുന്നവരും ധരിക്കേണ്ടവയാണ്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ എടുക്കണം. ഈ പറഞ്ഞ വസ്ത്രങ്ങൾ ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും നല്ല വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കണമെന്നാണ് ദൈവം മോശയിലൂടെ നിർദ്ദേശം നൽകുന്നത്. ദൈവത്തിന് കൊടുക്കുന്നതും ദൈവവേലയ്ക്കായി ഉപയോഗിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കണം. അതിൻ്റെ അർത്ഥം ആർഭാടവും അനാവശ്യ ചെലവുകളും നടത്തണമെന്നല്ല, മറിച്ച് നാം ദൈവത്തിന് കൊടുക്കുന്നവ നമ്മൾ ഏറ്റവും വിലമതിക്കുന്നതും നല്ലതും അതേസമയം അടുക്കും ചിട്ടയും ഉള്ളതുമായിരിക്കണം.
എന്നാൽ ഈ വിഷയത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ തങ്ങളുടെ ആഡംബര ജീവിതത്തിന് ന്യായീകരണമായി പറയുന്ന വാദവും ഇതുതന്നെയാണ്. അക്കൂട്ടത്തിൽ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, നമ്മുടെ ദൈവം സമ്പന്നനാകുന്നു, ആയതിനാൽ തൻ്റെ മക്കളെല്ലാം ലോകപ്രകാരം സമ്പന്നരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന്. ഒന്നുകിൽ ദൈവത്തിൻ്റെ സമ്പന്നത എന്തിലാണെന്ന് ഈ പറഞ്ഞ ആളിന് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെ തൻ്റെ ആഡംബര ജീവിതത്തിനുതകുന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുന്നു. അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാര്യമാണെങ്കിലും, അവർക്കുള്ള വീടുകളുടെ കാര്യമാണെങ്കിലും, മക്കളെ പഠിപ്പിക്കുന്നതിൽ ചെലവഴിക്കുന്ന പണത്തിൻ്റെ കാര്യമാണെങ്കിലും ആഡംബരത്തിന് ഒരു കുറവുമില്ല. തങ്ങളുടെ ന്യൂജൻ സഭകളിൽ ആളെ കൂട്ടുവാൻ അവർക്ക് കഴിയുന്നത് തന്നെ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിനാലാണ്. ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന അവരിൽ പലരും ഇന്ന് വലിയ കോടീശ്വരന്മാരായത് ദൈവത്തെ വിളിക്കുവാൻ ഇറങ്ങിയതിനാലാണ് എന്ന് പാവപ്പെട്ട മനുഷ്യരെ വിശ്വസിപ്പിച്ച് അവരുടെ പണം ദശാംശമായും സംഭാവനകളായും വാങ്ങി സ്വയം ആഡംബരത്തിൽ ജീവിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടത്, അയാൾ ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ കാർ ആകുന്നു എറണാകുളത്ത് ഉപയോഗിക്കുന്നത് എന്നത്രേ. പിന്നെ ഇവരുടെ വീടുകളിൽ ആരെയും കയറ്റാത്തതിനാൽ അതിലെ ആഡംബരം സഭാജനങ്ങൾക്ക് അധികം അറിയില്ല. പാവം വിശ്വാസികൾ പിന്നെയും സ്തോത്രകാഴ്ചയും സംഭാവനകളും ദശാംശവും നൽകി ഈ തെറ്റായ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും മെച്ചമായതും മനോഹരമായതും ദൈവിക ശുശ്രൂഷയ്ക്ക് നൽകണം എന്നതിൻ്റെ അർത്ഥം ദൈവിക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വിലപിടിപ്പുള്ളതായിരിക്കണമെന്നല്ല. ഇന്ന് പല സാധനങ്ങളും ഒരുപാട് പണം ചെലവഴിച്ച് വാങ്ങി ഉദ്ദേശിച്ച പ്രയോജനമില്ലാതെ നശിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളവ ഭംഗിയായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. അത് നമ്മുടെ സാക്ഷ്യം കൂടിയാണ്. ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ എങ്കിലും അത് വൃത്തിയായി അലക്കി തേച്ചിടുന്നതും വൃത്തികേടായി നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ആരാധനാ സ്ഥലങ്ങൾ എത്ര വൃത്തിയായിട്ടാണ് നാം സൂക്ഷിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചേ. ചില ആരാധനാ സ്ഥലങ്ങളുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. അവിടെ ആരാധനയ്ക്ക് ആരെങ്കിലും വരുന്നത് തന്നെ അത്ഭുതമാണ്. ശുശ്രൂഷകൻ ഉൾപ്പെടെ അവിടെ കൂടുന്നവരുടെ വീട് എത്ര സുന്ദരമായി സൂക്ഷിക്കുവാൻ അവർ ശ്രമിക്കുന്നു. നാം ദൈവകാര്യങ്ങളെ വേണ്ടത്ര ഗൗരവത്തിൽ കാണുന്നില്ല എങ്കിൽ തീർച്ചയായും അത് നമുക്ക് തന്നെ ദോഷമാണ്. 6 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ 9 വരെ വായിക്കാം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിൻ്റെ 2 അറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട്, അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടായിരിക്കണം. അതുകൂടാതെ 2 ഗോമേതക കല്ലെടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. ഇനിയും ഏഫോദിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഏഫോദ് വിശദീകരിക്കുവാൻ പ്രയാസമുള്ള ഒന്നാണ്. അത് മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രത്തിൻ്റെ മുകളിൽ ധരിക്കുന്ന ഒരു പ്രത്യേക ആടയാണ്. മുൻപിലും പിൻപിലുമായി നീളമുള്ള 2 തുണിക്കഷ്ണങ്ങൾ, 2 തോളിലും 2 ചെറിയ ഗോമേതക കല്ലുകളാൽ ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്നു. ഈ കല്ലുകൾ ഇന്നത്തെ ബട്ടൺസിൻ്റെ പ്രയോജനമാണ് ചെയ്യുന്നത്. ഈ നീളക്കുപ്പായം അരക്കെട്ടിനാൽ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. യാക്കോബിൻ്റെ മക്കളിൽ 6 പേരുടെ പേരുകൾ തോളിലെ ഒരു കല്ലിലും 6 പേരുടെ പേരുകൾ മറ്റേ കല്ലിലും കുത്തിയിരുന്നു. മഹാപുരോഹിതൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ചുമലിൽ വഹിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞ കല്ലുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ മഹാപുരോഹിതൻ്റെ ബലവും അധികാരവുമാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതെ, അവൻ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ്, അതിനുള്ള ബലവും അധികാരവും അവനുണ്ടെന്ന് നാം അവിടെ വായിക്കുന്നു. കാണാതെ പോയ ആടിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഓർക്കുന്നില്ലേ?
ഇടയൻ പോയി അതിനെ തേടി കണ്ടെത്തി ചുമലിലേറ്റിക്കൊണ്ട് വരുന്നു. യേശുക്രിസ്തു എന്നെ അവൻ്റെ ചുമലിൽ വഹിക്കുന്നു. അവിടെയാണ് അവൻ നിങ്ങളെയും വഹിക്കുന്നത്. അത് സുരക്ഷിതത്വത്തിൻ്റെ സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൻ്റെ ചുമലിൽ നിന്ന് താഴെ ഇറങ്ങി എൻ്റെ ഇഷ്ടത്തിന് പോകുവാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ കർത്താവ് അവിടെ നിന്നും എന്നെ ഉയർത്തി സുരക്ഷിതത്വത്തിൻ്റെ സ്ഥാനമായ അവിടുത്തെ ചുമലിൽ എന്നെ വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. ഏഫോദ് ഈ പരിപാലനത്തിൻ്റെ അനുഗ്രഹീതമായ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ഇനി ഞാൻ 15-ാം വാക്യത്തിലേക്ക് വരികയാണ്. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ടുണ്ടാക്കണം. അത് ഏഫോദിൻ്റെ പണിക്കൊത്തതായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കണം. അത് സമചതുരവും ഇരട്ടയും 1 ചാൺ നീളമുള്ളതും 1 ചാൺ വീതിയുള്ളതും ആയിരിക്കണം. ഇവിടെ പതക്കത്തെക്കുറിച്ച് നാം വായിക്കുന്നു. പതക്കം ഉടുപ്പിന് പുറമേ ധരിക്കുന്ന ഒരു പുറംചട്ടയാണ്. അതിമനോഹരമായ ഒരു പുറംചട്ട. ഇവിടെ ന്യായവിധി പതക്കം ആകുന്നു. എന്തുകൊണ്ട് ന്യായവിധി? പാപത്തെ ന്യായം വിധിച്ചു എന്നുള്ളതിൻ്റെ ചിത്രമാണ് ഇവിടെ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ദൈവമക്കളെന്ന നിലയിൽ നമുക്കിന്ന് ആവശ്യം നീതി എന്ന കവചമാകും. കവചം നമ്മിലുള്ള ദുഷ്ടഹൃദയത്തെ പൊതിയുന്നു. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരേ ഒരു മാർഗം അതാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ പാപങ്ങളെ ദൈവം ന്യായം വിധിച്ച് ക്രിസ്തുവിൻ്റെ നീതി നമുക്കായി നൽകി എന്നതാണ്. അതിനാൽ ഇതിനെ ന്യായവിധി പതക്കം എന്നാണ് വിളിക്കുന്നത്. ഈ പതക്കം ഒരു വിധത്തിൽ ഏഫോദിൻ്റെ ഒരു ഭാഗമായിരുന്നു. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഢൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. മഹാപുരോഹിതൻ്റെ പതക്കത്തിന്മേൽ ഈ 12 വിലയേറിയ കല്ലുകൾ പതിച്ചിരുന്നു. അവ ഓരോ നിരയിൽ 3 വീതം 4 വരികൾ ഉണ്ടായിരുന്നു എന്നാണ് നാം വായിച്ചത്. എന്നിട്ട് 21-ാം വാക്യത്തിൽ ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിലും ഈ കല്ലുകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവിടെ ഈ കല്ലുകൾ കൊണ്ടാണ് പുതിയ യെരൂശലേമിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എന്ന് നാം കാണുന്നു. ഓരോ കല്ലിനും വ്യത്യസ്തങ്ങളായ വർണ്ണമുണ്ടായിരുന്നു. അവ ഒരുമിച്ച് വിളങ്ങുന്നത് മനോഹരമായ കാഴ്ചയായിരുന്നിരിക്കും. ദൈവത്തിൻ്റെ പ്രപഞ്ചം വിവിധ വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ പാപം നീക്കപ്പെടുമ്പോൾ പ്രപഞ്ചം മുഴുവനും വർണ്ണങ്ങളാൽ തിളങ്ങുന്നത് കാണാം. ഈ 12 കല്ലുകൾ വളരെ ശ്രദ്ധാർഹമാണ്. മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ ഈ പതക്കവും ധരിച്ചുകൊണ്ട് ചെന്നപ്പോൾ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്കായി മധ്യസ്ഥത അണച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് ചിത്രീകരിക്കുന്നത്. കർത്താവ് നമ്മെ ബലവും കഴിവും ഉള്ള തൻ്റെ ചുമലിൽ വഹിക്കുക മാത്രമല്ല, നമ്മെ തൻ്റെ നെഞ്ചിൽ വഹിക്കുകയും ചെയ്യുന്നു. നമ്മെ അവിടുത്തെ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ്. അവിടുന്ന് നമ്മെ ആഴമായി സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. 30-ാം വാക്യത്തിൽ നാം കാണുന്നത് ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമീമും, അതായത് വെളിപ്പാടും സത്യവും വയ്ക്കണം. അഹ്റോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹ്റോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുൻപാകെ തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ഈ 2 വാക്കുകൾ ശ്രദ്ധിക്കുക, ഊറീമും തുമ്മീമും. പല വേദ വ്യാഖ്യാതാക്കൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളതായി കാണുന്നില്ല. എന്നാൽ പലരും ഇവയെക്കുറിച്ച് ഊഹിച്ച് പറഞ്ഞിട്ടുണ്ട്. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ അത് അന്ന് ദൈവഹിതം അറിയുന്നതിനുള്ള മാർഗമായി ഉപയോഗിച്ചിരുന്ന എന്തോ ആകുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ചിലർ ചിന്തിക്കുന്നത് ഇവ പകിട പോലെ എന്തെങ്കിലും ആയിരുന്നു എന്നത്രേ. എന്നാൽ അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല.
അവ എന്തായിരുന്നാലും അവ ദൈവഹിതം തിരിച്ചറിയുവാൻ ഉപയോഗിച്ചിരുന്നു. ഏതോ നല്ല കാര്യത്തിനായി ദൈവം ഇതിൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെയിരുന്നു. ഇന്നും ഊറീമും തുമീമും ഉണ്ടാക്കി ദൈവഹിതം അറിയിക്കുന്ന അനേകം ആളുകളുണ്ടെന്ന കാര്യം വിചിത്രമായി തോന്നുന്നു. ഇന്ന് നാം ഉത്തരങ്ങൾക്കായി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിലൂടെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം അവൻ നമ്മെ കാണിച്ചു തരും. 33 മുതലുള്ള വാക്യങ്ങളിൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിൻ്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഇങ്ങനെ വേണം. ഇവിടെ നമ്മൾ വായിക്കുന്ന മാതളപ്പഴം ഫലത്തെയും പൊന്മണികൾ സാക്ഷ്യത്തെയും കുറിക്കുന്നതാണ്. ജീവിതത്തിലെ ഫലവും ജീവിതത്തിലെ സാക്ഷ്യവും. നമ്മുടെ ജീവിതത്തിൽ ഇവ രണ്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതം സമൂഹത്തിൽ ശരിയായ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് ആരും ദൈവത്തെങ്കിലേക്ക് വരികയില്ല. അനേകം ആളുകൾക്ക് സാക്ഷിക്കുവാനുള്ള കുതിപ്പുണ്ട്, എന്നാൽ അതിനെ പിന്താങ്ങുവാനുള്ള ജീവിതമില്ല. ചില ആളുകൾക്ക് നല്ല ഫലമുണ്ട്, എന്നാൽ സാക്ഷ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും സാക്ഷ്യമാകുന്ന പൊന്മണികളും ഫലമുള്ള ജീവിതമെന്ന മാതളപ്പഴങ്ങളും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 35-ാം വാക്യത്തിൽ, ശുശ്രൂഷ ചെയ്യുകയിൽ അഹ്റോൻ അത് ധരിക്കണം. യഹോവയുടെ മുൻപാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ ശബ്ദം കേൾക്കണം. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും ജീവിതത്തിൻ്റേതും സാക്ഷ്യത്തിൻ്റേതുമായ ഒരു ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു. ഇവിടെ നാം വായിച്ചു, അവൻ മരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. മഹാപുരോഹിതൻ തൻ്റെ ശുശ്രൂഷയിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ കൊല്ലപ്പെടുമെന്ന് കാണിക്കുവാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 36 മുതലുള്ള വാക്യങ്ങളിൽ, തങ്കം കൊണ്ടൊരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായി കൊത്തേണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീലച്ചരട് കൊണ്ട് കെട്ടേണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹ്റോൻ വഹിക്കേണ്ടതിന് അത് അഹ്റോൻ്റെ നെറ്റിയിൽ ഇരിക്കണം. യഹോവയുടെ മുൻപാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അതെപ്പോഴും അവൻ്റെ നെറ്റിയിൽ ഇരിക്കണം. ഈ പറഞ്ഞ വസ്ത്രങ്ങൾ മഹാപുരോഹിതനെ മറ്റ് പുരോഹിതന്മാരിൽ നിന്നും വേർതിരിച്ച് കാണിച്ചതായിരുന്നു. അവ മഹാപുരോഹിതൻ്റെ മഹത്വവും സൗന്ദര്യവും വെളിപ്പെടുത്തുന്നവയായിരുന്നു. നിർദോഷനും നിർമ്മലനും പാപികളോട് വേർപെട്ടവനുമായ നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന വസ്ത്രമാണിത്. അന്ന് അവൻ നമ്മെ രക്ഷിക്കുവാനായി ഭൂമിയിൽ വന്ന് മരിച്ചു. ഇന്ന് നമ്മെ രക്ഷപ്പെട്ടവരായി സൂക്ഷിക്കുന്നതിനായി അവിടുന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ജീവിക്കുന്നു. 39 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പഞ്ഞിനൂൽ കൊണ്ട് ഉള്ളങ്കിയും വിചിത്ര പണിയായി നെയ്യണം. പഞ്ഞിനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം. നടുക്കെട്ടും ചിത്രത്തയ്യൽ പണിയായിട്ടുണ്ടാക്കണം. അഹ്റോൻ്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അവ നിൻ്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുട വരെ എത്തണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവനും അവൻ്റെ സന്തതിക്കും അത് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവിക ശുശ്രൂഷയിൽ നഗ്നത ഒട്ടും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ് വ്യക്തമാകുന്നത്. ദൈവിക ശുശ്രൂഷയിൽ ജഡം ഒരു വിധത്തിലും ഉയർന്നു വരുവാൻ പാടില്ല. ജഡത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഈ വസ്ത്രം ഒരു ശുശ്രൂഷകനെ പൊതിയുന്നു.
എങ്ങനെയാണ് ദൈവ ശുശ്രൂഷയിൽ ജഡം പ്രവേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യരെ കാണിക്കുവാൻ പാട്ടുപാടുകയോ പ്രസംഗങ്ങൾ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ജഡത്തിൻ്റെ പ്രദർശനങ്ങളാണ്. ഇന്ന് ആരാധനാ സ്ഥലങ്ങൾ ഓരോരുത്തരുടെ കഴിവ് കാണിക്കുവാനുള്ള വേദികളായി മാറിയിട്ടുണ്ട്, റിയാലിറ്റി ഷോ പോലെ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ രസിപ്പിക്കുന്ന വിധത്തിൽ വേണം ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കേണ്ടത് എന്ന് എല്ലാവർക്കും നിർബന്ധമാണ്. ശുശ്രൂഷയേക്കാൾ ആരാധനാ സ്ഥലങ്ങളിലും ആത്മീയ ശുശ്രൂഷ രംഗങ്ങളിലും ഇന്ന് പെർഫോമൻസ് ആണ് നടക്കുന്നത്. ശുശ്രൂഷകർ അവതാരകരും പ്രകടനക്കാരുമായി മാറുന്നു. തങ്ങൾ ആരോ ആണ് എന്ന് കാണിക്കുവാനുള്ള തത്രപ്പാടോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ദൈവം മുൻപാകെ നഗ്നതാ പ്രദർശനം മാത്രമാകുന്നു എന്ന് മറക്കരുത്. അത് ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ജഡം പ്രസക്തമായിട്ടുള്ളതും ജഡത്തെ ഉയർത്തുന്നതുമായ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ യാതൊരു പ്രവർത്തനവും ഉണ്ടാകില്ല. ഇങ്ങനെ ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങളിലും ചട്ടങ്ങളിലും ഇന്ന് നമ്മളും അറിയേണ്ടതും പാലിക്കേണ്ടതുമായ അനവധി ആത്മീയ സത്യങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത് മനസ്സിലാക്കാനുള്ള പ്രാർത്ഥനയോടെ നമ്മൾ പഠിക്കുമെങ്കിൽ നിശ്ചയമായും അത് നമ്മുടെ ആത്മീയ വളർച്ചയെ സഹായിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആത്മീയമായി വളർന്നു കാണുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഹരോന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വവും അലങ്കാരവും വെളിപ്പെടുത്തുന്ന വിശുദ്ധ വസ്ത്രങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. മാറാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ പൗരോഹിത്യം പ്രാപിച്ച ക്രിസ്തു താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്കായി ചെയ്യുന്ന ശുശ്രൂഷകളുടെ ഒരു നിഴൽ രൂപം ഇതിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ലോകത്തിൻ്റെ മുമ്പിലും ദൈവസന്നിധിയിലും ഒരുപോലെ സൗന്ദര്യമുള്ളതും ദൈവമഹത്വത്തിന് കാരണവുമായി തീരുന്നു. ക്രിസ്തുവിൻ്റെ തേജസ് പ്രകടമാക്കുന്ന ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.